തിരുവനന്തപുരത്ത് കരമന ജയൻ 54 വോട്ടിന് മുന്നിൽ. തിരുവനന്തപുരത്ത് കരമന ജയൻ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി 54 വോട്ടിന് മുന്നിൽ എന്നുള്ള വാർത്ത കൂടിയാണ്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മേഖലയിലായിരിക്കും BJPക്ക് മുന്നേറ്റം ഉണ്ടാകുന്നത്. 3 മണ്ഡലങ്ങൾ ഉണ്ട്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വേറെയും പല കാര്യങ്ങളും നടന്നിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞത് LDF അധികാരത്തിൽ വരുന്ന അവസാന നിമിഷം അല്ല. ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം അത് അദ്ദേഹം മാത്രം ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു അഭിപ്രായം. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ BDJസിലാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ പ്രധാനപ്പെട്ട പ്രചാരകയാണ് NDAയുടെ. ആ മട്ടിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ ആ മട്ടിൽ ഉള്ള വെള്ളാപ്പള്ളി നടേശനെ ഒരു പരിധിക്കപ്പുറത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഇടതുമുന്നണിക്ക് വലിയ കൈപിടിച്ച് ഉയർത്തിയപ്പോൾ തന്നെ അത് തീരുമാനമായതാണ്. എന്തായാലും മാത്രമല്ല പിന്നീടും അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പിണറായി വിജയനെ ന്യായീകരിക്കുക ചെയ്തത്. ഒരു ഘട്ടത്തിൽ പോലും അതിനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാനൊന്നും തയ്യാറല്ല. കരമന ജയൻ മുന്നേറുന്നു എന്നുള്ളത് വളരെ കൗതുകകരമായ കരമന ജയൻ ഒരു കാര്യമുണ്ട്. കരമന ജയനെ തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ ലീഡ് എടുത്തു എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമാകുന്നില്ല. കാരണം കരമന ജയൻ അവിടെ നിന്നങ്ങ് പ്രവർത്തിക്കുന്നയാളാ. ഒരു അവിടുത്തുകാർക്കൊപ്പം നിന്നുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് ഏതൊരു പരിപാടിയിൽ പോയാലും കരമന ജയൻ അവിടെ കാണും. അത് BJP പരിപാടിയിൽ മാത്രമല്ല, ഏത് പരിപാടിയിൽ പോയാലും കരമന ജയൻ അവിടെ കാണും. ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ സെൻട്രൽ മണ്ഡലത്തിൽ കരമന ജയൻ കൂടി മുന്നിട്ട് നിൽക്കുന്നു. 3 സീറ്റിലേക്ക് NDA നിലവിൽ ഈ 10 റൗണ്ടൊക്കെ കഴിഞ്ഞ് പോകുന്ന ഘട്ടത്തിൽ 3 സീറ്റിലേക്ക് NDAയുടെ നില മാറിയിരിക്കും. തീർച്ചയായും രജീഷ്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് NDAയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി കരമന ജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം 11 റൗണ്ട് എണ്ണുന്നത് മുൻപ് വരെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള CP ജോൺ ആയിരുന്നു ലീഡിലുണ്ടായിരുന്നത്. 2000-ലധികം വോട്ട് വരെ ലീഡ് ഉയർത്തി CP ജോൺ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് BJP സ്ഥാനാർത്ഥിയുടെ ഒരു അട്ടിമറി. 55 വോട്ടുകൾക്കാണ് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കരമന ജയൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ 11 റൗണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 റൗണ്ട് മാത്രമാണ് എണ്ണാനുള്ളത്. നേരത്തെ BJP ഇത് സംബന്ധിച്ച ഒരു കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അവർക്ക് 30,000-ലധികം വോട്ടുകൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റു വോട്ടുകളും ഭരണവിരുദ്ധ വോട്ടുകളും ലഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം NDA നേതാക്കൾ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്കാണോ തിരുവനന്തപുരം സെൻട്രലിന് പോകുന്നത് എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ ബാക്കിയായി നിൽക്കുന്നു. പക്ഷെ അതേസമയം തീരദേശ മേഖലകളിലെ ഈ തിരുവനന്തപുരം സെൻട്രലിൽ തന്നെയുള്ള തീരദേശ മേഖലകളിലെ വോട്ടിലേക്ക് അല്ലെങ്കിൽ ആ വാർഡുകളിലേക്ക് ഇതുവരെയും വോട്ടെണ്ണൽ എത്തിയിട്ടില്ല. ഈ അവസാന റൗണ്ടുകൾ എത്തുക തീരദേശ മേഖലകളിലേക്കാണ്. അതേസമയം ഇപ്പോൾ എണ്ണിയിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ BJPക്ക് ശക്തമായ വേരോട്ടമുള്ള നഗരസഭയിലെ വാർഡുകളാണ് ഇപ്പോൾ എണ്ണിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തീരദേശ മേഖലയിലേക്ക് പോകുമ്പോൾ അത് CP ജോണിന് അനുകൂലമാകുമോ എന്നുള്ളത് വരുന്ന റൗണ്ടുകളിലെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. രജീഷ്, ശരി ഹാൻസ്, എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട കണക്ക് 98, 39, 3 എന്ന നിലയിലേക്ക് തിരുവനന്തപുരമാണ് BJP ആദ്യം കോർപ്പറേഷൻ ഭരണം പിടിച്ച തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇപ്പോഴും അവർക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നത്. ഇത് ഒരു ചെറിയ കാര്യമല്ല. തിരുവനന്തപുരം മണ്ഡലത്തിലും കരമന ജയന് മുന്നേറാൻ കഴിയുന്നു എന്നുള്ളത്. കഴക്കൂട്ടത്ത് V മുരളീധരൻ മുന്നേറുന്നു, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നേറുന്നു. ഇത് ആ കോർപ്പറേഷനുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. ആ പ്രദേശത്ത് നിന്ന് തന്നെയാണ് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിൽ 1-2 പേര് വിജയിച്ചു വന്നാൽ, 2 പേര് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷ സാന്നിധ്യമായി തലസ്ഥാനത്തുണ്ടാവും. തലസ്ഥാനത്തെ സമരങ്ങളുടെ സ്വഭാവം, പ്രതിപക്ഷ സമരങ്ങളുടെ സ്വഭാവം എന്നത് ഇനി നിർണ്ണയിക്കുന്നത് BJP കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെ നയിക്കാൻ MLA-മാർ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു സ്ഥിതി കൂടി ഉണ്ടായാൽ അതിന്റെ സ്വഭാവം അത് എനിക്ക് തോന്നുന്നു ഈ 39 എന്ന നമ്പറിലുള്ള പ്രതിപക്ഷമായിരിക്കില്ല 3 എന്ന NDAയുടെ പ്രതിപക്ഷം എന്നതാണ് കാണേണ്ടത്. കാരണം 39 അതായത് ഞാനിങ്ങനെ ആദ്യത്തെ ഒരു 100 ദിവസമെങ്കിലും സ്വസ്ഥമായി ഭരിക്കാവുന്ന ഒരു സാഹചര്യം UDFന് കിട്ടണേ എന്നാണ് ഇപ്പോൾ തൽക്കാലം പ്രാർത്ഥിക്കാനുള്ളത്. കാരണം അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ശക്തമായ പ്രതിപക്ഷമായി ആ പ്രതിഷേധങ്ങളുടെ ഒരു വേദിയായി തിരുവനന്തപുരം മാറും. അത് ഇടതുമുന്നണിയായാലും ശക്തമായി തിരിച്ചുവരവിനുള്ള ശ്രമമായിരിക്കുമല്ലോ CPIM നടത്തുക. അവരുടെ തിരുത്തലിനുള്ള ഒരു ശ്രമമായിരിക്കും അവരും നടത്തുക.